നമസ്കാരം. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുവാനായി ഷെക്കേന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് സ്വാഗതം. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, ഫ്രീ തിങ്കേഴ്സ്, ഫ്രീ തിങ്കിങ് മെന്റാലിറ്റി, ക്രൈസ്തവ വിശ്വാസത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചാണ് ഈ ഒരു വിഷയം ഷെക്കേന ഫയർ റൂം ചർച്ചയ്ക്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് തൃശൂർ അതിരൂപതയിലെ കുടുംബോത്സവം പ്രോഗ്രാമിൽ നടത്തിയ ഒരു പ്രസ്താവന വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം പറയുകയുണ്ടായി, നിരവധി ക്രൈസ്തവ പെൺകുട്ടികൾ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നത്. ആ ഒരു പ്രസ്താവനയെ വിവിധ മാധ്യമങ്ങൾ വളരെ വിവാദമാക്കി വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഷെക്കേന ഫയർ റൂം ആ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. ഇന്ന് ഷെക്കേന ഫയർ റൂമിൽ നമ്മുടെ അതിഥികളായി എത്തുന്നത് CBC ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, തൃശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിൽ അംഗം ഡോക്ടർ ഡെയ്സൺ പാണേങ്ങാടൻ. രണ്ടുപേർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ VC സെബാസ്റ്റ്യൻ, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് ആ ഒരു സമ്മേളനത്തിൽ ചോദിച്ച ഒരു പ്രസക്തമായ ഒരു ചോദ്യത്തോടു കൂടി തന്നെ ഇന്നത്തെ ഫയർ റൂം നമുക്ക് ആരംഭിക്കാം. സഭ വളരുകയാണോ അതോ തളരുകയാണോ? ശ്രീ VC സെബാസ്റ്റ്യൻ. അഭിമന്യ തൃശൂർ അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് പിതാവ് വളരെ ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങളെ ഓരോന്നായിട്ട് കാണേണ്ടതാണെന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആദ്യമേ സൂചിപ്പിക്കട്ടെ. അദ്ദേഹം എൻ്റെ നോട്ടത്തിൽ അദ്ദേഹം പങ്കുവെച്ച കാര്യങ്ങൾ ഞാൻ ശ്രമിച്ചപ്പോൾ ഏതാണ്ട് 11 കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളും വാക്കുകളും കടന്നുപോയിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം 18 വർഷമായി തൃശ്ശൂർ രൂപതയുടെ മെത്രാനാണ്. അപ്പൊ ഈ 18 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 50,000 പേരുടെ കുറവുണ്ടായിട്ടുണ്ട് രൂപതയിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സഭ ഉപേക്ഷിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, 35 വയസ്സായിട്ടും വിവാഹിതരാകാത്ത 10-15,000 പേരുണ്ട് എന്നോ അവിവാഹിതരായി നിൽക്കുന്നവരുണ്ട് എന്ന് അദ്ദേഹം സൂചന നൽകി. അതോടൊപ്പം തന്നെ മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുന്നു, വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു, പെൺകുട്ടികളടക്കം യുവസമൂഹം സ്വതന്ത്ര ചിന്തകരായി കാലക്രമേണ നിരീശ്വര പ്രസ്ഥാനത്തിലേക്ക് പോകുന്നുണ്ട് ഒരു സൂചന നൽകി. അവിടെ അതിനുശേഷമാണ് ജോജി പറഞ്ഞ സഭ വളരുകയാണോ തളരുകയാണോ എന്ന ചോദ്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാതെ നമുക്ക് ലോകത്തെ രക്ഷിക്കാനാവില്ല എന്നുള്ള സൂചനയും അദ്ദേഹം നൽകി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിത്വത്തിൽ വിശ്വാസമില്ലാതെ സഭ ഉപേക്ഷിക്കുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നതും തകർക്കപ്പെടുന്നതും കുടുംബമാണ്. സഭയെ നശിപ്പിക്കുവാൻ വൈദികർക്കെതിരായി, കന്യാസ്ത്രീകൾക്കെതിരായി, മെത്രാന്മാർക്കെതിരായി ശ്രമം നടന്നു. ഇപ്പോൾ കുടുംബങ്ങൾക്കെതിരെയും ആ നീക്കം നടക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞ 11 കാര്യങ്ങൾ. ജോജി, അദ്ദേഹം എവിടെയാണ് ഇത് പറഞ്ഞത്? തൃശൂർ അതിരൂപത കേന്ദ്രത്തില്, അദ്ദേഹത്തിന്റെ സ്വന്തം കേന്ദ്രത്തിലെ രൂപത ആസ്ഥാനത്ത് DBLCയിൽ ചേർന്ന സമ്മേളനത്തിലാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? 2000-ന് ശേഷം വിവാഹം നടന്ന സഭയിലെ മക്കളോടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഇത് പറഞ്ഞത് തൃശ്ശൂർ പൂരം നടക്കുന്ന ആ പ്രദേശത്ത് വെച്ച് മൈക്ക് കെട്ടി പറഞ്ഞതല്ല, ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ വിളിച്ച് പറഞ്ഞതല്ല. സ്വന്തം മക്കളോട് ഒരു സഭയുടെ പിതാവ് വളരെ ഹൃദയം തുറന്ന് നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും വിശകലനം നടത്തുകയും പഠനം നടത്തിയതിനു ശേഷം ആർജവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകളെ കുറിച്ച് പങ്കുവെക്കുകയുമാണ് ചെയ്തത്. പക്ഷേ ഈ കാര്യമാണ് പിന്നീട് പല ചാനലുകളും കത്തോലിക്കാ സഭയിൽ നിന്നും തൃശ്ശൂർ രൂപതയിൽ നിന്നും 50,000 പേര് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപങ്ങളുമായിട്ട് ഇറങ്ങിത്തിരിച്ചത് നമ്മൾ കാണേണ്ടതാണ്. ഇതൊക്കെ അന്തിച്ചർച്ചയ്ക്ക് ഇട കൊടുക്കുന്നത് ആരാണ്? ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ ക്രൈസ്തവ നാമധാരികളാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. ഒരു ക്രൈസ്തവ നാമധാരി ആയതുകൊണ്ട് ഒരാൾ ക്രിസ്ത്യാനിയാകണമെന്നില്ല. ക്രിസ്തുവിനെ അറിയണം, അനുഭവിക്കണം, വിശ്വാസത്തിൽ അടിയുറച്ചുള്ള ജീവിതം ക്രമീകരിക്കണം. ഒരു ക്ലോസ്ഡ് സമൂഹത്തിൽ പ്രകടിപ്പിച്ച് പങ്കുവെച്ച വിഷയമാണിത്.
ഇതേ രീതിയിൽ തന്നെ വളരെ പ്രവാചക ധീരതയോടുകൂടിയാണ് അദ്ദേഹം ഇത് അവതരിപ്പിച്ചത്. ഇതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ നാളുകളിൽ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് കൊറവാലങ്ങാട് വെച്ച് ഈ സഭാമക്കളും സമൂഹവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പങ്കുവെക്കുകയുണ്ടായി. അത് ചാനൽ ചർച്ചകളുടെ അതിഗംഭീരമാക്കി ആഘോഷിച്ചു. അവസാനം എന്ത് സംഭവിച്ചു? പിന്നീട് നടന്ന സംഭവങ്ങൾ ഓരോന്നും പ്രവാചക ധീരതയോടെ സഭയുടെ ഒരു അഭിമന്യ പിതാവ് പറഞ്ഞത് 100-ന് 150% ശരിയാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അഭിമന്യ ആൻഡ്രോസ് പിതാവ് പങ്കുവച്ച കാര്യങ്ങള് പൊതുസമൂഹത്തിന് ചിന്തയ്ക്ക് വേണ്ടിയല്ല, സഭയ്ക്കുള്ള വിശ്വാസ സമൂഹത്തിന്റെയും സഭാമക്കളുടെയും ചിന്തയ്ക്ക് വളരെ വളരെ ഗൗരവപൂർണമായ പരിഗണനയിലേക്ക് വരേണ്ട വിഷയമാണെന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇതിന്റെ പേരിൽ മാധ്യമ ജഡ്ജിമാര് വിധി എഴുതേണ്ട കാര്യമില്ല. മാധ്യമ ജഡ്ജിമാരല്ല സഭയുടെ കാര്യം തീരുമാനിക്കേണ്ടത്. അവരുടെ അഭിപ്രായങ്ങൾക്കും അടിമപ്പണിക്കും അനുസരിച്ചല്ല കത്തോലിക്ക സഭ പ്രവർത്തിക്കുന്നതെന്നും കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. വ്യക്തമാണ്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഡെയ്സൺ, നേരത്തെ ശ്രീ വി സി സെബാസ്റ്റ്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നിരവധി ആശങ്കകൾ പിതാവ് ആ ഒരു സമ്മേളനത്തിൽ പങ്കുവയ്ക്കുകയുണ്ടായി. വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു, മക്കളില്ലാത്ത ദമ്പതികളുടെ എണ്ണം കൂടുന്നു, അവിവാഹിതരായ ക്രിസ്ത്യൻ യുവാക്കളുടെ എണ്ണം കൂടുന്നു. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ക്രൈസ്തവ സഭയിലെ അംഗങ്ങൾ പോകുന്നതിനെ കുറിച്ചാണ്. അത് എത്രത്തോളം സഭയ്ക്ക് വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി, ഈ നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ ഈ കാലഘട്ടത്തിലെ ഒരു ഒരു സ്ലോ പോയിസണിങ് ആണ് ഈ ഒരു ഫ്രീ തിങ്കിങ് മെന്റാലിറ്റി. അത് നമ്മുടെ കത്തോലിക്ക യുവതി-യുവാക്കളെ എത്രത്തോളം ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്? ഡോക്ടർ ഡെയ്സൺ. നേരത്തെ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ സാറും ഇപ്പോൾ അവതാരകൻ ജോർജിങ് സൂചിപ്പിച്ച വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ കൃത്യമാണ് പിതാവിൻ്റെ സൂചകങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, തൃശ്ശൂർ അതിരൂപതയിലെ കുടുംബങ്ങൾ നേരിടുന്ന, തൃശ്ശൂർ അതിരൂപത നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ വളരെ ഗൗരവതരമായ ഒരു പ്രശ്നം തൻ്റെ സ്വന്തം വിശ്വാസ സമൂഹത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അഭിമന്യ പിതാവോടെ സൂചിപ്പിക്കുകയായിരുന്നു. തൃശ്ശൂർ അതിരൂപതയുടെ ഘടന വളരെ കൃത്യമാണ്. ഏതാണ്ട് 3100ഓളം കുടുംബ കൂട്ടായ്മകൾ തൃശ്ശൂർ അതിരൂപതയ്ക്കുണ്ട്. 95,000-ഓളം കുടുംബങ്ങൾ തൃശ്ശൂർ അതിരൂപതയിലുണ്ട്. 4.5 ലക്ഷത്തോളം വിശ്വാസികൾ തൃശ്ശൂർ അതിരൂപതയിലുണ്ട്. കഴിഞ്ഞ 18 വർഷ കാലയളവിൽ തൻ്റെ വിശ്വാസ സമൂഹത്തിലുണ്ടായ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കുറവ് അവർ മുഴുവൻ യുക്തിവാദ സംഘടനകളിലേക്ക്, നിരീശ്വരവാദ സംഘടനകളിലേക്ക് പോയി എന്നൊന്നും പിതാവ് അവിടെ സൂചിപ്പിച്ചിട്ടില്ല. അതിൽ ചെറിയൊരു വിഭാഗം അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള തൻ്റെ ആശങ്ക തൻ്റെ സമൂഹത്തിൽ, അല്ലെങ്കിൽ താൻ ആത്മീയ നേതാവായിട്ടുള്ള, ആത്മീയ നേതൃത്വം വഹിക്കുന്ന ഒരു സമൂഹത്തിനെ ഉദ്ബോധിപ്പിച്ചതിൽ അതിൽ യാതൊരുവിധ തെറ്റും കാണേണ്ടതില്ലെന്ന് മാത്രമല്ല, അത് അഭിമന്യ പിതാവിൻ്റെ പ്രാഥമികമായ ദൗത്യമാണ്, പ്രാഥമികമായിട്ടുള്ള തൻ്റെ നേതൃത്വത്തിൻ്റെ ദൗത്യമാണെന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. രണ്ടാമത്തേത്, യുക്തിവാദവും നിരീശ്വരവാദവും ഒക്കെ ഈ കാലഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. അത് സഭയിൽ വളരെ കൃത്യമായിട്ടുള്ള വിശ്വാസ പരിശീലനത്തിൻ്റെ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള യുവാക്കളിൽ, കൗമാരക്കാർക്കിടയിൽ എങ്ങനെയോ ഒരു അപഭ്രംശം അല്ലെങ്കിൽ ഒരു സാധ്യതകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ, യുവാക്കൾക്കിടയിൽ കൂടുതലായി കടന്നു വരുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തികഞ്ഞ ശാസ്ത്രീയ ബോധത്തോടുകൂടെ, തികഞ്ഞ ആത്മീയ ബോധത്തോടുകൂടെ, തികഞ്ഞ വിശ്വാസ ബോധത്തോടുകൂടെ തരണം ചെയ്യുക എന്ന് തന്നെയായിരിക്കണം സഭ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യത്ത്, അല്ലെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത്, സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത്, അല്ലെങ്കിൽ ഭരണഘടന സ്വന്തം വിശ്വാസം അത് പ്രാക്ടീസ് ചെയ്യാൻ, അത് പ്രചരിപ്പിക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ടും വിവിധങ്ങളായിട്ടുള്ള വിശ്വാസ തലങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികതയിൽ ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവനവൻ്റെ വിശ്വാസത്തെ പ്രഘോഷിക്കാനും, അവനവൻ്റെ വിശ്വാസം അത് പ്രാക്ടീസ് ചെയ്യാനും, അത് പരിശീലിക്കാനും സാധ്യമാകുന്ന വിധം അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഇത്തരണത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഏക പ്രതിവിധി എന്ന് പറയുന്നത്. മറ്റു സംവിധാനങ്ങളിൽ ആകൃഷ്ടരാകുന്ന സമയങ്ങളിൽ അതിനെ പിന്തിരിപ്പിക്കാനുള്ള ക്രമീകരണം വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിലൂടെ ഉണ്ടാവേണ്ടതുണ്ട്. ഞായറാഴ്ചകളിൽ നടക്കുന്ന വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ, അധ്യാപകരിലൂടെ, കുടുംബങ്ങളിലൂടെ
ബഹുമാനപ്പെട്ട വൈദികരിലൂടെ സന്യസ്തരിലൂടെയൊക്കെ നിതാന്ത ജാഗ്രത ഈ വിഷയത്തിൽ സൂചിപ്പിക്കപ്പെടുകയും നമ്മുടെ കൗമാരത്തിൽപ്പെടുന്ന നമ്മുടെ യുവത്വത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് യുവാക്കൾക്ക് ഏറെ കൃത്യമായിട്ടുള്ള അവബോധം വിശ്വാസത്തെ സംബന്ധിച്ച് യുക്തിയെ സംബന്ധിച്ച് കൊടുക്കുക എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും കൃത്യമായിട്ട് നമുക്ക് ചെയ്യാവുന്ന പ്രതിവിധി. പ്രത്യേകിച്ച് ഉയർന്ന ക്ലാസ്സുകൾ 10ാം ക്ലാസ്സിന് ശേഷമുള്ള +1 +2 അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ ഉൾപ്പെടെയുള്ള കാറ്റഗിസം ക്ലാസ്സുകളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള വിശ്വാസത്തെ പറ്റി പഠിപ്പിക്കുന്ന, അതിൽ വിശ്വാസം പഠിപ്പിക്കുക എന്നതിനപ്പുറത്ത് അത് പ്രാക്ടീസ് ചെയ്യുന്ന, അതിൽ ജീവിക്കുന്ന, അത് പ്രഘോഷിക്കുന്ന ഒരു യുവതലമുറ അല്ലെങ്കിൽ ഒരു തലമുറ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാനുള്ള ക്രമീകരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവേണ്ടതുണ്ട്. അതിനെ യുക്തിവാദത്തിന്റെ എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടുകളെയൊന്നും നമ്മൾ വകവയ്ക്കേണ്ടതില്ല. അത് സമൂഹത്തിലെ അന്തചിത്രങ്ങൾ എല്ലാ കാലത്തും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ കാലഘട്ടത്തിലും സഭ ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് സഭ എല്ലാ കാലത്തും വളർന്നിട്ടുള്ളതെന്ന് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ ആർജവം തോന്നുന്ന കാര്യം. എല്ലാ കാലഘട്ടത്തിലും സഭ നേരിട്ടിട്ടുള്ള മുഴുവൻ പ്രതിസന്ധികളെയും വർദ്ധിത വീര്യത്തോടെ തന്നെ തരണം ചെയ്യാനും ആത്മീയതയിൽ അടിയുറച്ചുകൊണ്ട് വിശ്വാസ തീക്ഷ്ണതയിൽ അടിയുറച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസ ജീവിതം വിശ്വാസ സഹസ്രങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും ആത്മീയ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. രൂപതകൾക്ക്, ഇടവകകൾക്ക്, കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ഇതര ക്രൈസ്തവ സഭകൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നാം കാണാതെ പോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഉമ്മാക്കികളൊന്നും കണ്ട് ഭയക്കുന്നവരോ അല്ലെങ്കിൽ പേടിക്കുന്നവരോ അല്ല വിശ്വാസ സമൂഹം അല്ലെങ്കിൽ ആത്മീയ നേതൃത്വം. അതിനെ തരണം ചെയ്യാനുള്ള ആർജവം അതത് കാലങ്ങളിൽ സഭ ഏറ്റെടുക്കുന്നുണ്ട്, വിശ്വാസ സമൂഹം ഏറ്റെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഒന്നടം ഈ കാര്യത്തിൽ ആ ഒരു അതിജീവനം നിലനിർത്തുന്നുണ്ട് എന്ന് തന്നെയാണ് റിയാലിറ്റി. വളരെ വ്യക്തമാണ്. ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, നമുക്കറിയാം നമ്മുടെ പഴയ തലമുറയിലെ കുടുംബങ്ങളൊക്കെ ഒന്ന് തലമുറയിലേക്ക് ആ തലമുറയിലെ കുടുംബനാഥ അല്ലെങ്കിൽ അപ്പൻ അമ്മ അവർ വലിയ ദൈവശാസ്ത്രമോ അല്ലെങ്കിൽ തിയോളജിയോ ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അവർ പങ്കുവയ്ക്കുന്ന സിമ്പിളായിട്ടുള്ള വിശ്വാസ സത്യങ്ങളിലൂടെ അവരുടെ അടുത്ത തലമുറയെ വിശ്വാസത്തിൽ ചേർത്ത് പിടിക്കുവാൻ ഒരു പരിധിവരെ പഴയ തലമുറയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരംഭിക്കേണ്ട ഒരു വിശ്വാസ പരിശീലനം അതിൽ എന്തൊക്കെയോ ഒരു പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ? കുറെ കൂടി കാര്യക്ഷമമായി നമ്മുടെ കുടുംബത്തിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ഒരു വിശ്വാസ രൂപീകരണത്തിൽ നമ്മുടെ അപ്പനും അമ്മയും കുടുംബനാഥനും കുടുംബനാഥയും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതല്ലേ ശ്രീ വി.സി. സെബാസ്റ്റ്യൻ? ജോജി, ഈ ചോദ്യത്തിന് ഒരു കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ചലനങ്ങള് നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സഭയിലും സമൂഹത്തിലും രൂപപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 6-7 പതിറ്റാണ്ട് മുമ്പ് അല്ലെങ്കിൽ എന്റെയൊക്കെ കൊച്ചു പ്രായത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫാമിലി സ്ട്രക്ചറോ ഫാമിലി സ്റ്റാറ്റസോ സഭാ കുടുംബ ബന്ധങ്ങളോ അല്ല ഇന്ന് 60 വർഷം 6 പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുമ്പോൾ സമൂഹം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ചുള്ള ചില സ്വാധീനങ്ങൾ സമസ്ത മേഖലയിലും ഇന്ന് രൂപപ്പെട്ട് പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശ്വാസത്തിന്റെ ഒരകൽച്ച നമ്മുടെ ക്രൈസ്തവ സഭാ സംവിധാനങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ കുടുംബങ്ങളും സഭാ സംവിധാനങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് ഒത്തിരിയേറെ അകൽച്ച രൂപപ്പെട്ടിട്ടുണ്ടെന്നതൊരു പരമാർത്ഥമാണ്. കൂട്ടായ്മ മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. പക്ഷെ കൂട്ടായ്മ അനുഭവത്തിലൂടെ സഭാ മക്കളെ കൂട്ടി ഒരുമിച്ച് പോകുവാൻ നമ്മൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ആത്മശോധന ചെയ്യണം എന്നുള്ള ഒരു അർത്ഥവും ധ്വനിയും അഭിമന്യ പിതാവിന്റെ പങ്കുവെക്കലുണ്ട്. വിശ്വാസി സമൂഹത്തെ സഭാ സംവിധാനമായിട്ട് രൂഢമൂലമായ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഇനിയുള്ള കാലങ്ങളിൽ സഭയ്ക്ക് ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്, നമ്മൾ ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താറുണ്ട്, ആതുര മേഖല ശുശ്രൂഷകൾ നടത്താറുണ്ട്. ഇതെല്ലാം പ്രിയപ്പെട്ട ഡെയ്സൺ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു കോളേജിലാണ്. ഞാനൊന്ന് ഹൃദയം തുറന്നൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കോളേജുകളില് നമ്മുടെ അധ്യാപകര് എത്ര പേര് ക്രൈസ്തവ സാക്ഷ്യങ്ങളുടെ പ്രതീകങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് ഈശോയെ പൊതുസമൂഹത്തിനും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കും കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്ത് സുവിശേഷവൽക്കരണമാണ് സഭാ സംവിധാനങ്ങളില് സഭാ സ്ഥാപനങ്ങളിൽ നടത്തേണ്ടത്? ഇനിയെങ്കിലും നമ്മൾ ബോധപൂർവം ചിന്തിച്ചെടുക്കേണ്ട സമയമാണ്.
അല്പം മുമ്പ് ജോജി പറഞ്ഞ കാര്യത്തിലേക്ക് കുറച്ച് വിശദാംശങ്ങൾ തരേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. മതരഹിത നിരീശ്വരവാദ ഫ്രീ തിങ്കേഴ്സ് ഇതിനെക്കുറിച്ചും അതുകൂടി ഞാൻ ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയും ഭരണഘടനയും ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാം, എനിക്ക് ദൈവമുണ്ടെന്ന് പറയാം, ഏത് മതവും സ്വീകരിക്കാം, ദൈവമില്ലെന്നും പറയാം. അതാണ് നമ്മുടെ ഭരണ സംവിധാനത്തിന്റെ ഭരണഘടനയുടെ ഫ്ലെക്സിബിലിറ്റി. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് തന്നെ എടുക്കാം. കേരളത്തിൽ ഞാൻ ഇപ്പോൾ അടുത്ത നാളിൽ കണ്ട ഏറ്റവും വലിയ പ്രതിഭാസം, ഈ ചാനൽ ചർച്ചകളിലൊക്കെ ക്രൈസ്തവർക്കെതിരെയും സഭാ സംവിധാനങ്ങൾക്കെതിരെയും വലിയ ആഘോഷത്തോടെ പ്രതിഷേധങ്ങളും എതിർപ്പുകളും ആക്ഷേപങ്ങളും അവഹേളനങ്ങളും നടത്തുന്നവരെ, അവരുടെയൊക്കെ മിക്കവരുടെയും മക്കൾ പഠിക്കുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ്. ഇവരെല്ലാം നിരീശ്വരവാദം പറയുന്നു, പക്ഷെ അവർ പഠിക്കാൻ വേണ്ടി കുട്ടികളെ വിട്ടിരിക്കുന്നത് ക്രൈസ്തവ സ്ഥാപനങ്ങളിലാണ്, കത്തോലിക്ക സ്കൂളുകളിലാണ്. എന്തൊരു വിരോധാഭാസമാണ്! അതായത് സ്വന്തം മക്കളെ ഈശ്വരവിശ്വാസമുള്ളവരുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കാം, സഭാ സ്ഥാപനങ്ങളുടെ സേവനം വേണം, എന്നിട്ട് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഇരുന്ന് സഭാവിരോധം വിളമ്പി ആഘോഷിക്കാം. തങ്ങൾ പഠിച്ചതും ഇന്ന് മക്കളെ പഠിപ്പിക്കുന്നതും ഈ സ്ഥാപനത്തിൽ തന്നെയാണ്. എന്നിട്ട് ആരുടെയോ വീതം പറ്റി അടിമപ്പണി ചെയ്ത് അടിയാഹാരത്തിന് പകരം മറ്റു പലതും വാരി തിന്നുന്ന അവസ്ഥയിലേക്ക് ചാനൽ ജഡ്ജിമാര് ഉണ്ടാക്കിയിരിക്കുന്ന, സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്വാധീന മേഖല ഇന്നത്തെ യുവ മനസ്സുകളിലും സഭാ മക്കളിലും രൂഢമൂലമായിട്ട് വളർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. ഈ മതരഹിത സമൂഹത്തിനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ. മതരഹിത സമൂഹം ഒരു കേരളത്തിന്റെ മാത്രം പ്രതിഭാസമല്ല, ഈ ഇന്ത്യയുടെ പ്രതിഭാസവും അല്ല. ഇതൊരു ആഗോള പ്രതിഭാസമായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. ഇതിനർത്ഥം മതരഹിതരായിട്ടുള്ളവരെല്ലാം നിരീശ്വരവാദികളാണെന്നല്ല. മതരഹിത സമൂഹത്തില് മതത്തിന്റെയും സംവിധാനങ്ങളോടുമുള്ള എതിർപ്പുകളാണ് പലരും പ്രകടിപ്പിച്ചിട്ടുള്ളത്. ദൈവത്തിലുള്ള വിശ്വാസം പലരും ഉപേക്ഷിച്ചിട്ടില്ല. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, ഗ്രീൻലാൻഡ്, ഫിൻലാൻഡ് എന്നിവിടങ്ങളിൽ ഈ മതരഹിത സമൂഹത്തിന് വളരെയേറെ വളർച്ച ഈ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം കേരളത്തിലെ മാത്രം ചിന്താഗതിയിൽ രൂപപ്പെട്ടതല്ല, അത് ക്രിസ്ത്യാനികളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളില് ഇതിന്റെ വലിയ പ്രതിഫലനം ഇപ്പൊ വന്നിട്ടുണ്ട്. യൂറോപ്പ് ഇന്ന് ഇതിന്റെ വലിയൊരു ഭീഷണിയിലാണ്. മതരഹിത സമൂഹം ഏറ്റവും കൂടുതൽ വളരുന്നത് ക്രൈസ്തവ രാജ്യങ്ങളിലാണ് എന്ന് കരുതുന്നെങ്കിൽ തെറ്റ്. അത് പ്രധാനമായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലാണ്. എക്സ് മുസ്ലിം മൂവ്മെന്റുകൾ ഇന്ന് വളരെ സജീവമാണ്. 2019 BBC നടത്തിയ സർവേയുടെ കണക്കുകളുണ്ട്. 10 മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ സർവേ നടത്തി. അറബ് വേൾഡ് ടേൺസ് ഇറ്റ്സ് ബാക്ക് ഓൺ റിലീജിയൻ, അതായിരുന്നു വിഷയം. അവിടെ 2019 മതരഹിതരായി 21% വളർന്നു മാറിയിട്ടുണ്ട്. 19% സൗദികളും മതരഹിതരാണ്. ഒരു രാജ്യത്തിന്റെ അവസ്ഥയാണ്. US എടുക്കാം. US 4-1 മുസ്ലിമുകൾ ഇപ്പോൾ മതം വിട്ടിരിക്കുകയാണ്. അവരത് കൊട്ടിഘോഷിച്ചില്ല. പക്ഷെ 2013 എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക രൂപം കൊണ്ടു. 2014 റിലീജിയസ് ലാൻഡ്സ്കേപ്പ് സ്റ്റഡി അമേരിക്കയിൽ 23% പേരും ഇസ്ലാം വിട്ടതായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്തിനേറെ ഇസ്ലാമിന്റെ മുസ്ലിം സമൂഹത്തിനെയും കേന്ദ്രമായി ഇറാനില് ആ മതത്തോട് പ്രിയം കുറഞ്ഞിരിക്കുകയാണ്. വളരെ വ്യക്തമാണ് ശ്രീ വി.സി. സെബാസ്റ്റ്യൻ. രാജ്യത്തെ യഥാർത്ഥ വിശ്വാസികൾ എത്രയുണ്ടെന്നുള്ളത് ജട്ടിപ്പിക്കുന്ന കണക്കാണ്. വ്യക്തമാണ്, കണക്കുകൾ വളരെ വ്യക്തമാണ്. ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ശ്രീ വി.സി. സെബാസ്റ്റ്യൻ, ഇത്തരത്തിലൊരു മതരഹിത സമൂഹം ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തെ അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒക്കെ വളർന്നു വരുമ്പോൾ അത് ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ഞാൻ ഉദ്ദേശിച്ചത് ഈ ധാർമ്മികപരമായ മേഖലകളിൽ, അതോടൊപ്പം തന്നെ ആ രാജ്യത്തെ സാമൂഹ്യ വ്യവസ്ഥകളിലൊക്കെ സൃഷ്ടിക്കുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ വി.സി. സെബാസ്റ്റ്യൻ. ഇതിനുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതിഫലനങ്ങൾ വിവിധ തലങ്ങളിലാണ്. ഒന്ന്, മതം നൽകുന്ന ഒരു ആശ്വാസം, മതം നൽകുന്ന ഒരു സേവനം, മതം നൽകുന്ന ഒരു പ്രതീക്ഷ, ഇവയൊന്നുമില്ലാതെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്നൊരവസ്ഥയിൽ ഒരു തലമുറ രൂപപ്പെടുകയാണ്. വിശ്വാസത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെയാണ് പിന്നെ കാണുന്നത്. ഇതിന്റെയൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് നമ്മുടെ കൺസ്യൂമർ കൾച്ചറിന്റെ വലിയൊരു സ്വാധീനം ഈ മേഖലയിലുണ്ട്. സെക്യുലറിസത്തിന്റെ വളർച്ച, നമ്മൾ
മനസ്സിൽ കുറിക്കേണ്ട ഒരു കാര്യം ജോജി, മതത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് ആരാണ്? ശരിക്കും മത നേതാക്കളാണ് സംസാരിക്കുന്നത്. മത നേതാക്കൾ പലപ്പോഴും മതേതരത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും വന്നിരിക്കുന്ന ബുദ്ധിമുട്ട്. മതേതരത്തെക്കുറിച്ച് പറയേണ്ടത് എന്നെയും ഡെയ്സനെയും പോലുള്ള പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന മതവിശ്വാസികളായിരിക്കും. മതത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് മത അധ്യക്ഷന്മാരും വൈദികരും സന്യസ്തരും ഉൾപ്പെടെയാണ്. ഈ ഒരു വലിയ ചേഞ്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു എതിർസാക്ഷ്യമായിട്ട് ഇന്ന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ലിബറൽ ഡെമോക്രസിയുടെ വലിയൊരു മുന്നേറ്റം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിന്റെയും വളർച്ച അത് സമൂഹത്തെ ഇന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. അത് വിശ്വാസത്തിനെതിരെ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മെറ്റീരിയലിസത്തിന്റെ കടന്നുകയറ്റം നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിടിമുറക്കം സമസ്ത മേഖലയിലും വന്നു എന്നും പറഞ്ഞുകൊണ്ട് ടെക്നോളജിയിൽ നമ്മൾ മാറി നിൽക്കണമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? ആധുനിക കാലഘട്ടത്തിന് മുന്നേറ്റമാണ്. ചെയ്യേണ്ടത് ക്രൈസ്തവ സമൂഹം ചെയ്യേണ്ടത് ആധുനിക സാഹചര്യങ്ങൾക്കും ആധുനിക ടെക്നോളജിക്കും അനുസരിച്ച് ഉള്ള വിശ്വാസ പ്രഘോഷണമാണ് ഇന്ന് നടത്തേണ്ടത്. പഴയ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയി. കുർബാന ചെല്ലിയത് കൊണ്ടോ കൂദാശകൾ നടത്തിയത് കൊണ്ടോ ഒരു സുവിശേഷവൽക്കരണ പ്രക്രിയ പൂർണ്ണമാകുന്നില്ല. അത് ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ നാഴികക്കല്ലുകൾ മാത്രമാണ്. വളരെ വ്യക്തമാണ്. ഞാൻ അടുത്ത ഘട്ടത്തിൽ തിരിച്ചു വരാം. ശ്രീ വി സി സെബാസ്റ്റ്യൻ. ഡോക്ടർ ഡെയ്സൺ, ശ്രീ വി സി സെബാസ്റ്റ്യൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പോയിന്റ്, പണ്ടത്തെ പോലെയല്ല ഈ ഒരു കാലഘട്ടം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ലോകത്തിലെ ഏത് വിവരവും അവരുടെ വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഞാനൊരു ഉദാഹരണം അങ്ങയുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാം. ഈ അടുത്ത നാളുകളിൽ ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട്, ലവ് ജിഹാദിലൂടെയും നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലൂടെയൊക്കെ വിശ്വാസത്യാഗമാണല്ലോ സംഭവിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നത്. ലവ് ജിഹാദിൽപ്പെട്ട് ക്രിസ്തുമതം ഉപേക്ഷിച്ച് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഒരു പ്രസംഗം കേൾക്കുകയുണ്ടായി. അതിൽ ആ കുട്ടി പറയുന്നു, ത്രിത്വം എന്താണ്, ത്രിത്വത്തെക്കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ, അങ്ങനത്തെ കുറെ വിശ്വാസ സംബന്ധിയായ കുറെ കൺഫ്യൂഷൻസ് ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഇത്തരം നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ കുട്ടികളിൽ നേരിട്ടല്ലെങ്കിൽ പോലും ഇന്റർനെറ്റിലൂടെയും ഒക്കെ ഉയർത്തുന്ന നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങൾ. ക്രിസ്തു ദൈവമാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ത്രിത്വം എന്താണ്? പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾക്ക് മുന്നിൽ 12ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ച നമ്മുടെ കുട്ടികൾ പതറിപ്പോകുന്നു. ആ ഒരു പതർച്ച ഇത്തരം പ്രസ്ഥാനങ്ങൾ മുതലെടുക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ സാധിക്കും, ഡോക്ടർ ഡെയ്സൺ? വളരെ ലളിതമാണ് ഇതിന്റെ ഉത്തരം. നേരത്തെ സെബാസ്റ്റ്യൻ സാറൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ വിശ്വാസ പരിശീലനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ, പ്രായോഗികമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇതിൻ്റെ ഏക പ്രതിവിധിയായിട്ട് നമുക്ക് അവതരിപ്പിക്കാനുള്ളത്. വിശ്വാസ പരിശീലനം ഒരിക്കലും ഒരു ഇൻഫർമേഷൻ്റെ ഷെയറിങ് എന്നതിൻ്റെ അപ്പുറത്ത് അതൊരു വിദ്യാർത്ഥിയുടെ, ഒരു യുവാവിൻ്റെ, ഒരു ബാലികാ ബാലന്മാരുടെ അവരുടെ ഒരു ഫോർമേഷനായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്, ഒരു പരിശീലന കാലാവധിയായിട്ട് നിലനിൽക്കേണ്ടതുണ്ട്. തൃത്വത്തെപ്പറ്റി അവർ പഠിക്കുന്ന അതേ അറിവോട് കൂടി തന്നെ ആ തൃത്വത്തിൻ്റെ പ്രായോഗികത അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെന്ന് നാം പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ സർവേശ്വരൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചുവെന്ന് പഠിപ്പിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ സൃഷ്ടിയുടെ മഹത്വത്തെ പറ്റിയും ആ സൃഷ്ടാവിൻ്റെ മഹത്വത്തെ പറ്റിയും അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടൊരു പ്രകടനപരതയ്ക്കായിട്ടുള്ള ഒരു വിശ്വാസ പ്രഘോഷണമാകരുത്. അത് അവരുടെ നിത്യജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്ന ചെറിയ ചെറിയ നുറുങ്ങു ചിന്തകൾ അവർക്ക് കൊടുക്കുന്ന ഒരു പരിശീലന പ്രക്രിയയാണ്. ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസ പരിശീലന ക്ലാസ്സുകൾ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു വലിയ തത്വചിന്തയിൽ ഊന്നി നിൽക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും നമുക്ക് കാണാനിട വരിക. അതിൽ നിന്നും മാറി നേരത്തെ സൂചിപ്പിച്ചു, കുടുംബങ്ങളിൽ പഴയ തലമുറയിലെ ആളുകൾ എങ്ങനെയാണ് വിശുദ്ധരെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ മക്കൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത്? എങ്ങനെയാണ് സാന്മാർഗിക ജീവിതത്തെ പറ്റി നമ്മുടെ പഴയ തലമുറയിലെ കാരണവന്മാർ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? 6ഉം 7ഉം അല്ലെങ്കിൽ 5ഉം 6ഉം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറ്റവും മനോഹരമായിട്ടൊരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഭക്ഷണത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് കഥ പറയുന്ന, അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവചരിത്രം ഷെയർ ചെയ്യുന്ന, സമൂഹത്തിലെ നന്മകൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന, സാന്മാർഗിക ചിന്തകൾ അവതരിപ്പിക്കപ്പെടുന്ന നല്ല സായാഹ്നങ്ങൾ, നല്ല മധ്യാഹ്നങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ കുഞ്ഞുമക്കൾ ഒരുമിച്ചിരുന്ന് നമസ്കാരം ചൊല്ലുന്ന നല്ല കീഴ്വഴക്കങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. നല്ല അനുകരണീയമായിട്ടുള്ള മാതൃകകൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. ആ കുടുംബ സാഹചര്യങ്ങളിൽ നിന്ന് മാറി അണുകുടുംബങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ മാറി. ഒരു പരിധിവരെ വീടുകളിൽ ആശയവിനിമയത്തിന് സാധ്യതയില്ലാതെയായി. വൈകുന്നേരത്തെ ഭക്ഷണ സമയം നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു കത്തോലിക്ക സമൂഹത്തെ മാത്രം പ്രതികരിച്ചല്ല ഞാൻ പറയുക. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരത്തെ ഭക്ഷണ സമയം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ആശയവിനിമയത്തിൻ്റെ വേദിയായിരുന്നു.
ആ ഭക്ഷണ സമയം പരിപൂർണമായിട്ടും മാധ്യമങ്ങൾ അപഹരിച്ചു. അപ്പോൾ കുടുംബങ്ങളിലെ ആശയവിനിമയത്തിന് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാമുഖ്യം കൊടുക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന, വിശുദ്ധരുടെ ജീവചരിത്രം പരിചയപ്പെടുത്തുന്ന, സാൻമാർഗിക ചിന്തകളെ പരിചയപ്പെടുത്തുന്ന, തെറ്റിനെയും ശരിയെയും കൃത്യമായി വേർതിരിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ ഏറ്റവും പ്രാഥമികമായിട്ടുണ്ടാകേണ്ടിയിരിക്കുന്നു. ആ കുടുംബങ്ങളിൽ നിന്നാണ് നാം ഇടവകയിലേക്കും, ആ കുടുംബങ്ങളിൽ നിന്നാണ് നാം സംഘടനയിലേക്കും, ആ കുടുംബങ്ങളിൽ നിന്നാണ് നാം യുവത്വത്തിലേക്കും കടന്നു വരേണ്ടത്. അല്ലാതെ യുവത്വത്തിലേക്കും സംഘടനകളിലേക്കും കുടുംബങ്ങളില്ലാതെ പ്രസക്തിയില്ല. അതുകൊണ്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബങ്ങളെ ഗാർഹിക സഭ എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാർഹിക സഭ എന്നാൽ ആഗോള കത്തോലിക്ക സഭയുടെ മുഴുവൻ ഗുണഗണങ്ങളുമുള്ള അതിന്റെ ഏറ്റവും ചെറിയൊരു പതിപ്പായിട്ടാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബങ്ങളെ നോക്കിക്കണ്ടത്. അപ്പോൾ ഇന്ന് നാം കാണുന്ന സമൂഹത്തിലെ അന്തചിത്രങ്ങൾ, അത് ഏത് രീതിയിലുള്ള അന്തചിത്രങ്ങളായിക്കൊള്ളട്ടെ, അതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്നത് കുടുംബങ്ങളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആശയവിനിമയത്തിന്റെ സാധ്യതകൾ ഒഴിഞ്ഞുപോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തേത് വിശ്വാസ പരിശീലനത്തിൽ വന്ന കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. എന്തുകൊണ്ട് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ ഏറ്റവും വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും ആസ്വാദ്യകരമായിട്ടുള്ള രീതിയിൽ വിശ്വാസ പരിശീലനം നടത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. കൃത്യമായിട്ടുള്ള ബോധ്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, നമ്മുടെ യുവാക്കളിലേക്ക്, നമ്മുടെ കൗമാരക്കാരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് വിശ്വാസത്തിന്റെ തലത്തിൽ മാത്രം നിന്നുകൊണ്ടല്ല നാം ചെയ്യേണ്ടത്. അത് സാൻമാർഗിക പരിശീലനം അവിടെ ആവശ്യമായിട്ട് വേണം, ധാർമ്മിക പരിശീലനം അവിടെ ആവശ്യമായിട്ട് വേണം, സാമൂഹ്യ പരിശീലനം അവിടെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണം. എങ്ങനെയാണ് ഈ പൊതുസമൂഹത്തിൽ ഏറ്റവും മാന്യതയോടുകൂടി ജീവിക്കുക എന്നുള്ള പരിശീലനം നാം അവിടെ കൊടുക്കേണ്ടതുണ്ട്. പ്രണയക്കെടികൾ ഉൾപ്പെടെയുള്ള, ലവ് ജിഹാദ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അവബോധം സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് നാം കൊടുക്കേണ്ടതുണ്ട്. 12ാം ക്ലാസ്സും ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ തൃത്വത്തെപ്പറ്റി സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പോരായ്മയായി തന്നെ നോക്കിക്കാണണം. ആ പോരായ്മയെ ലഘൂകരിക്കാനും അത് പരിപൂർണമായിട്ടും നാമാവശേഷമാക്കിക്കൊണ്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള ഇടപെടലുകളിലൂടെ, ഏറ്റവും ശക്തമായിട്ടുള്ള വിശ്വാസ പരിശീലന സംവിധാനങ്ങളിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ബോധ്യം കൊടുക്കാനും ആ ബോധ്യം വിശ്വാസ സമൂഹത്തിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാനും വിദ്യാർത്ഥികളിൽ എത്തിക്കാനും സാധിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസ പരിശീലനം വീറുറ്റതാവുകയുള്ളൂ, അല്ലെങ്കിൽ കരുത്തുറ്റതാവുകയുള്ളൂ. അതിനുള്ള ശ്രമങ്ങളാണ് ഈ കാലയളവിൽ നാം ഏറ്റെടുക്കേണ്ടത്. സഭാ നേതൃത്വവും ഇടവക നേതൃത്വവും വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളുമൊക്കെ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കേണ്ടത് ഒരു ഇൻഫർമേഷന്റെ ഷെയറിങ്ങിനപ്പുറത്ത് വിദ്യാർത്ഥികളുടെ പരിശീലനത്തിന്, ഫോർമേഷന്, ഏറ്റവും കൃത്യമായിട്ടുള്ള വിശ്വാസ പരിശീലനത്തിന്, ഏറ്റവും കൃത്യമായിട്ടുള്ള ധാർമ്മിക പരിശീലനത്തിന്, ഏറ്റവും കൃത്യമായിട്ടുള്ള സാൻമാർഗിക പരിശീലനത്തിന്, ഏറ്റവും കൃത്യമായിട്ടുള്ള സാമൂഹ്യ പരിശീലനത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നതാണ് ഇതിനേക പോകുമ്പോൾ. വളരെ പ്രസക്തമായ പരിഹാര മാർഗനിർദ്ദേശങ്ങളാണ് ഡോക്ടർ ഡെയ്സൺ പങ്കുവച്ചത്. ശ്രീ വി സി സെബാസ്റ്റ്യൻ, നേരത്തെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചു, ഈ കാലഘട്ടത്തിലെ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിശ്വാസ പരിശീലന രംഗത്ത് അല്ലെങ്കിൽ വിശ്വാസ കൈമാറ്റത്തിൽ കാതലായ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരണം. താങ്കൾക്കത് തുടരാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് കത്തോലിക്ക സഭയാണ്. ഏറ്റവും കൂടുതൽ അധ്യാപകരെ സർക്കാരിൽ നിന്നും സ്വരാശ്രയ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ശമ്പളം വാങ്ങിക്കുന്നതും കത്തോലിക്ക സഭയിലാണ്. ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽസ് ഉള്ളതും നമ്മുടെ കത്തോലിക്ക സഭയിലാണ്. ഏറ്റവും കൂടുതൽ അറിവും ബുദ്ധിയും ബോധ്യങ്ങളും ഉള്ളവരും ഈ കൂട്ടര് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ ഈ പ്രൊഫഷണൽ ആൾക്കാരിലൂടെ നമ്മുടെ വിശ്വാസ പ്രഘോഷണം, ഇവാഞ്ചലൈസേഷൻ പ്രോസസ്സ് നടത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല? ഇവിടെയാണ് നമ്മൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കുകയും മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുമായ ഒരു മേഖല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കുടുംബ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഞാൻ ആ പങ്കെടുത്ത ആൾക്കാർ 400 പേരോളം പങ്കെടുക്കുന്ന പല കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള വലിയൊരു സമ്മേളനമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ച ഒരു ചോദ്യം, സന്ധ്യാപ്രാർത്ഥനയുള്ള എത്ര വീടുകളുണ്ട്? അതിൽ ഏതാണ്ട് ഒരു 10-20 പേരോളം കൈപൊക്കി, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. രണ്ടാമത് ചോദിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം സ്തുതി ചെല്ലുന്നവരുണ്ടോ? ഏതാണ്ട് 3 പേര് മാത്രമാണ് അതിന് കൈ ഉയർത്തിയത്. എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കണ്ടിരിക്കുന്നത്, ചെറുപ്പത്തിലല്ല പ്രായമായ അവസ്ഥയിലും കണ്ടിരിക്കുന്നത്, എൻ്റെ ചാച്ചനും അമ്മച്ചിയും അവരുടെ 85-ാമത്തെ വയസ്സിൽ പോലും പരസ്പരം സ്തുതി ചൊല്ലി ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാനും ആവർത്തിക്കുകയാണ്, എൻ്റെ മക്കളും ഇത് ആവർത്തിക്കുകയാണ്. ശരിക്കും ഡെയ്സൺ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുടുംബങ്ങളുടെ ശൈലിയും സാഹചര്യങ്ങളും കാലത്തിനനുസരിച്ച് പുറകോട്ടടിച്ചു വിശ്വാസ കാര്യത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മള്
സഭയിൽ ഇവാഞ്ചലൈസേഷൻ കൊണ്ട് പുതുതായിട്ട് ആളുകൾ വരുന്നില്ല എന്നുള്ള പരിവേദനം വെക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ള വിഷയം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. ഉള്ള വിശ്വാസികളെ വിശ്വാസത്തിൽ കൊണ്ടു നടത്താൻ വേണ്ടി, വിശ്വാസത്തിൽ അടിയുറപ്പിച്ചവരാക്കാൻ വേണ്ടി നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു എന്നുള്ളതും ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവശാസ്ത്രം വളർന്നു, തിയോളജി അതിന്റെ പല മേഖലയുടെ വ്യാഖ്യാനങ്ങളിലേക്കും പോകുന്നു. പക്ഷെ സമൂഹത്തില് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് ഉടലെടുക്കുന്ന എതിർസാക്ഷ്യങ്ങള് വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ വലിയ വ്രണമായിട്ടും വേദനയായിട്ടും ഇപ്പൊ നിലനിൽക്കുന്നുള്ളതും നമുക്ക് മനസ്സിലാക്കണം. ഈ തിയോളജി ദൈവശാസ്ത്രം വളരെങ്കിൽ തന്നെയും അതിനോടൊപ്പം വന്നിരിക്കുന്ന വലിയൊരു നഷ്ടം നമ്മുടെ കുടുംബങ്ങളിൽ യേശു പറഞ്ഞതുപോലുള്ള പ്രാർത്ഥനകൾ മറന്നുപോയി. നമ്മുടെ പഴയ തലമുറ 33 കൂട്ടം നമസ്കാരങ്ങൾ ചൊല്ലിയ ഒരു തലമുറയുള്ളൂ. അവർക്ക് വേറെ ഒരു പ്രാർത്ഥനകളും ഇല്ലായിരുന്നു. അന്ന് അവർ കണ്ട കുർബാന സുറിയാനി കുർബാനയായിരുന്നു. കുർബാന കാണുകയായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഭാഷ മനസ്സിലാകാതെ തന്നെ അവർ കുർബാന കണ്ടു. പക്ഷെ അവിടെ വിശ്വാസം ഉടലെടുക്കുന്നു, ക്രിസ്തുവിലുള്ള വലിയ വിശ്വാസം. അതിന് വേറെ ഉപോത്ബലകമായിട്ടുള്ള വേറെ പ്രത്യയശാസ്ത്രങ്ങൾ ഒന്നുമില്ലായിരുന്നു. ആകെ ആ വിശ്വാസത്തിന്റെ ഒരു പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ അവരുടെ ഇടയിൽ അന്വേഷണ ത്വരയുണ്ടായി, അവരുടെ ഇടയിൽ ചലനങ്ങളുണ്ടായി, പുതിയ അറിവുകൾ വന്നു. സാമ്പത്തികമായിട്ടും മറ്റു പല രംഗങ്ങളിലും ഈ സമൂഹം മുന്നോട്ടേക്ക് വന്നു. ഇതെല്ലാം വിശ്വാസത്തിൽ പിന്നോട്ട് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് പാരലായിട്ട് അവരെ കൂടുതൽ വിശ്വാസത്തിൽ അടിയുറച്ച് നിർത്തി മുന്നോട്ട് പോകാനുള്ള പദ്ധതികളോ ക്രമീകരണങ്ങളോ പ്രോപ്പറായിട്ട് ടൈം ബൗണ്ടായിട്ട് നടപ്പിലാക്കുന്നതിൽ നമ്മൾ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ആത്മശോധന ചെയ്യേണ്ടതാണ്. ശ്രീ വി സെബാസ്റ്റ്യൻ, സമയപരിമിതി മൂലം ഇടപെടുകയാണ്. അങ്ങ് പറഞ്ഞതുപോലെ തീർച്ചയായും നമ്മുടെ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച നല്ല ശീലങ്ങൾ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന നല്ല ശീലങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കട്ടെ. വളരെ പ്രസക്തമായ ആശയങ്ങളാണ് ഇന്നത്തെ ഷെക്കീന ഫയർ റൂം പങ്കുവച്ചത്. വിശ്വാസ ത്യാഗത്തിനെതിരെ തീർച്ചയായും കുടുംബങ്ങളിലെ വിശ്വാസ പരിശീലനം ശക്തിപ്പെടണം, നമ്മുടെ ഇടവകളിലെ വിശ്വാസ പരിശീലനം ശക്തിപ്പെടണം. അതോടൊപ്പം തന്നെ സഭ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ, പ്രതിസന്ധികൾക്കെതിരെ വിവാദങ്ങളെ കണ്ട് ഭയപ്പെടാതെ നിർഭയം നിരന്തരം ശബ്ദമുയർത്തുക എന്ന പ്രസക്തമായ ഒരു ആശയവും ഇന്നത്തെ ഷെക്കീന ഫയർ റൂം പങ്കുവച്ചു. ഇന്നത്തെ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ വി സി സെബാസ്റ്റ്യൻ, ഡോക്ടർ ഡെയ്സൺ, രണ്ടുപേർക്കും നന്ദി.